കഴിഞ്ഞ 4.5 പതിറ്റാണ്ടിനിടയിൽ 3 തവണ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇത്തവണ LDF സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച തുക നഷ്ടമായി. സംസ്ഥാനത്തെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമത്തേതാണ് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം. കഴിഞ്ഞ തവണത്തെ CPM സ്ഥാനാർത്ഥി VV രമേശിന് കിട്ടിയ 40,639 വോട്ടുകളേക്കാൾ 19,427 വോട്ടിൻ്റെ കുറവാണ് ഇത്തവണ മത്സരിച്ച CPM സ്ഥാനാർത്ഥിയായ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KR ജയാനന്ദയ്ക്ക് കിട്ടിയത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി AKM അഷ്റഫ് 31,190 വോട്ടുകൾ അധികമായി നേടി. എന്നാൽ BJP സ്ഥാനാർത്ഥി മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന് 2,683 വോട്ടുകൾ മാത്രമാണ് അധികമായി കിട്ടിയത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ സ്ഥാനാർത്ഥികൾ കെട്ടിവെക്കുന്നത് 10,000 രൂപയാണ്. ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ 1/6, അതായത് 16.66% കിട്ടാത്തവർക്കാണ് കെട്ടിവെച്ച തുക നഷ്ടമാകുക. ഇത്തവണ ആകെ പോൾ ചെയ്ത വോട്ട് 1,87,888 ആണ്. KR ജയാനന്ദക്ക് കിട്ടിയത് 21,212 വോട്ടുകൾ, അതായത് 11.29% മാത്രം. കെട്ടിവെച്ച തുക നഷ്ടമാകാതിരിക്കാൻ 31,314 വോട്ടുകൾ വേണ്ടിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്തെങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്ക്സും ഇന്റീരിയർ വർക്ക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ നിന്ന് എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലർ കിച്ചണും ഇന്റീരിയർ വർക്ക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ,